നമസ്കാരം, ഞാൻ ഡോക്ടർ ഹർഷ. വാതം, പിത്തം, കഫം ഈ മൂന്ന് ദോഷങ്ങളും ബാലൻസ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതിൻ്റെ ഒരു ക്രൈറ്റീരിയ ആണെന്ന് ആയുർവേദം പറയുന്നത്. ഈ മൂന്ന് ദോഷങ്ങൾ ശരീരം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഈ ദോഷങ്ങൾക്കെല്ലാം സ്പെസിഫിക് സീറ്റ് പറയുന്നുണ്ട്. ചെസ്റ്റ്, നെക്ക് ആൻഡ് ഹെഡ് എന്ന് പറയുന്നത് കഫദോഷത്തിന്റെ സ്പെസിഫിക് സീറ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് കഫജന്യമായ രോഗങ്ങൾ ഈ ഏരിയയിൽ കൂടുതൽ കാണപ്പെടുന്നത്. ഇനി ഈ ഏരിയയിലെല്ലാം കഫം അക്യുമുലേറ്റ് ചെയ്യാതെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ദിനചര്യയിലെ ആചാര്യ കുറച്ച് ക്രിയകൾ പറഞ്ഞു വെച്ചേക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് അഞ്ജനം ചെയ്യുക. മെഡിക്കേറ്റഡ് ആയുള്ള ഹെർബ്സ് യൂസ് ചെയ്ത് കണ്ണെഴുതാനാണ് അഞ്ജനം ചെയ്യുക എന്ന് പറയുന്നത്. അടുത്തായിട്ട് നസിങ് ചെയ്യുക. മെഡിക്കേറ്റ് ആയിട്ടുള്ള ഹെർബൽ ജ്യൂസ് അല്ലെങ്കിൽ ഹെർബൽ ഓയിൽ വെച്ചിട്ട് മൂക്കിലിറ്റിക്കുന്നതിനാണ് നസിങ് ചെയ്യുക എന്ന് പറയുന്നത്. അടുത്തായിട്ട് കബളം അല്ലെങ്കിൽ ഗണ്ടൂഷം, ഓയിൽ പുള്ളിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അടുത്തിടെ വളരെയധികം പ്രചാരത്തിൽ വന്നിരുന്ന ഒരു കാര്യമാണ് ഇത്. അതിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഓർഗാനിക് ആയുള്ള സെസിമി ഓയിൽ വെച്ചിട്ട് കവിള് കൊള്ളുന്നത്. അപ്പോൾ ഇതെല്ലാം അക്യൂമുലേറ്റ് ചെയ്തിരിക്കുന്ന കഫത്തെ കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ദിനചര്യയിലെ വേറൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.